ഹലോ, എൻ്റെ പേര് ജോഫിലിപ്പ്. ഞാൻ മൈൻഡ് പവർ ട്രെയിനറാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് മൈൻഡ് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെ ഒരാൾക്ക് ബ്ലിസ്സിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള എക്സാമ്പിൾ കാണിക്കുകയാണ്. ഞാൻ എല്ലാ ദിവസവും ബാസ്കറ്റ്ബോൾ കളിക്കുന്ന ആളാണ്. അപ്പോൾ ഇത് ഒരു ബാസ്കറ്റ്ബോൾ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ രണ്ട് ടീമാണുള്ളത്, ടീം 1 ആൻഡ് ടീം 2. രണ്ട് പേരിലും 5 ആൾക്കാർ പേരുണ്ട്. ഞാനിവിടെ പറയാൻ ഇവിടെ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് വ്യത്യാസമാണ്. അതിവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എ ആണ് ഏറ്റവും തർക്കിക്കുന്ന ഒരാൾ, ഏറ്റവും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾ. ബി അതിനേക്കാളും ബെറ്ററാണ്, എന്നാൽ അത്യാവശ്യം തർക്കിക്കും. സി തീരെ കുറവ്, ഡി തീരെ കുറവ്. ഈ പൂർണ്ണമായിട്ടും ഒരു ബ്ലിസ്സിലെത്തിയ ആളാണ് എന്ന് പറഞ്ഞാൽ പ്യുവർ അവയർനെസ്. ഇത് തന്നെ ടീം 2 പറയുന്നു. സെയിം, എഫ് ഭയങ്കര തർക്കിക്കുന്ന ആളാണ്, ജി അത്രയില്ല എന്നാലും തർക്കിക്കും. അങ്ങനെ ആർഗ്യുമെന്റ്സ്, അങ്ങനെ ജെ പ്യുവർ ബ്ലിസ്സിലുള്ള ആളാണ്. ഈ രണ്ട് ടീമുകൾ തമ്മിൽ കളിക്കുമ്പോൾ സംഭവിക്കുന്നത്, എ എപ്പോഴും സെയിം ടീമിൻ്റെ എല്ലാവരുടെയും കുറ്റം പറയും. ബി സി ഡി ഇ എല്ലാവരുടെയും കുറ്റം പറയും. പാസ് ശരിയായില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം, അല്ലെങ്കിൽ എതിർ ടീമിൻ്റെ കുറ്റം കണ്ടുപിടിക്കും. വയലേഷൻ, സ്റ്റെപ്പിങ്, അല്ലെങ്കിൽ സെയിം ടീം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് ശരിയായില്ല, കളിയിലെ ശ്രദ്ധ പോരാ, റീബൗണ്ട് പിടിക്കുന്നില്ല, എപ്പോഴും കംപ്ലൈൻറ്റ്. എഫും ഇത് തന്നെ സംഭവം. ഈ ടീമംഗങ്ങളെ എല്ലാം കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും, കൂടെ എതിർ ടീമിനെയും. ബി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ, ഇച്ചിരി മാറ്റം വന്നു, കുറച്ച് കുറവുള്ള ഒരു വ്യക്തി. സി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എയും ബിയും ശരിയല്ല. ഈ എയും ബിയും എപ്പോഴും തർക്കമാണ്, അതുകൊണ്ട് ടീം ജയിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് എതിരെയുള്ളവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എഫും ജിയും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സി. ഡി പറയുന്നത് ഇവരെ ആരെയും കുറ്റം പറയത്തില്ല, പക്ഷേ സിയോട് എന്ന് പറയും, നിങ്ങൾ സി എപ്പോഴും പറയുന്നത് ഞാൻ തർക്കത്തിലില്ല, ആർഗ്യുമെന്റ്സ് ഇല്ലെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഡി എന്നാ ചെയ്യുന്നത് വെച്ചാൽ സിയോട് എന്ന് പറയും, ഈ തർക്കിക്കുന്നില്ലെന്ന് പറയുന്നതും ഒരു ആർഗ്യുമെന്റ് ആണ്, തർക്കിക്കുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ തർക്കിക്കുവാണ് എന്ന് ഡി പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ നോക്കണ്ട, അവരെന്തെങ്കിലും ചെയ്തോട്ടെ, ഒരു മാറ്റം വരത്തില്ല എന്ന് ഈ ഡി പറഞ്ഞുകൊണ്ടിരിക്കും സിയോട്. ഈ പ്യുവർ അവയർനെസ്, അയാൾ ഇവരോട് ആരോടൊന്നും പറയുന്നില്ല, പക്ഷെ കളി കഴിഞ്ഞ ശേഷം ആരോടെങ്കിലും എന്തെങ്കിലും മാറ്റം ഇയാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തി പറയും. കളി കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ കളിക്കിടയിൽ തന്നെയാണെങ്കിലും ആ സ്നേഹത്തോടെ പറഞ്ഞാൽ മനസ്സാകുന്ന രീതിയിൽ പറയും, അത്രേ ഉള്ളൂ. എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ജയം ഉണ്ടായാലും പരാജയം ഉണ്ടായാലും അത് ഉൾക്കൊള്ളും. പക്ഷേ കളിയുടെ എല്ലാ സ്പിരിറ്റിലുമാണ് കളിക്കുന്നത്, വാശിയേറിയ കളി തന്നെ കളിക്കും. ഇവിടെ ഈ സെയിം എഫക്റ്റ് ആണ്. ജെ പ്യുവർ അവയർനെസ് ആണ്. ഇവിടെ ഞാൻ നിങ്ങളോട് എക്സാമ്പിൾ പറയണം. നമ്മുടെ ഇതെല്ലാം ലെവൽ ഓഫ് കോൺഷ്യസ്നസ് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ പണ്ട് ഈ ഡി എ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ എ പോലെ ആയിരിക്കാം, പക്ഷെ ഇപ്പം മാറി. ഞാനിത് ബാസ്കറ്റ്ബോൾ കോർട്ടാണ് പറഞ്ഞത്. ഇത് തന്നെയാണ് ലൈഫ്. ഇതൊക്കെ ഈ എയും ബിയും ഒക്കെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കാണും, ചിലപ്പോൾ നമ്മുടെ ഓഫീസിൽ കാണും, അല്ലെ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് കാണും. ജീവിതത്തിൽ നമ്മളിതിലെല്ലാം കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ പേര് വന്ന് കാണും, ആരാണ് എ ആരാണ് ബി എന്നല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ വീഡിയോ എന്ന് ഇവരെ കാണിച്ചാൽ അവർ പറയും ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് പറയും. പക്ഷേ അവർ പറയും അവരാണ് ഈ എന്ന് പറയും. അവർ മറ്റുള്ളവരെ പിന്നെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എവിടെയാണോ അത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അതോ ഇ ആണോ. എവിടെയാണെങ്കിലും മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഇയെ സംബന്ധിച്ചോളം അയാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അയാൾക്ക് എ മനസ്സിലാക്കാം, ബി എ മനസ്സിലാക്കാൻ പറ്റും, സി എ പറ്റും, ഡി എ പറ്റും. കാരണം അയാൾ ഈ സ്റ്റേജ് വഴി കടന്നു വന്നതാണ്. ഇവരെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാം. അയാൾക്കറിയാം ഒരിക്കൽ ഇവർക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഇയെ പോലെ ആകാമെന്ന് അയാൾക്ക് ഈക്കറിയാം. ഓക്കെ, പക്ഷേ എയ്ക്കും ബിക്കും സിക്കും ഡിക്കും ഇയെ മനസ്സിലാകണമെന്നില്ല.
അതാണ് ആ വ്യത്യാസം വന്നിരിക്കുന്നത്. പക്ഷെ ഈക്ക് ഇവരെല്ലാം മനസ്സിലാവും. ഇതേ കേസ് തന്നെയാണ് ഇപ്പോഴത്തെ ടീമിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരെയെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളെ തിരുത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളെ മാത്രം പറയുക, വിളിച്ച് പറയുക. അതുപോലെ ഒരു അപ്രിസിയേഷൻ കൊടുക്കുമ്പോൾ മൊത്തത്തിൽ എല്ലാവരും കേൾക്കാൻ പറയുക. ഇത് ബിസിനസ്സിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും നിങ്ങളുടെ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ ആ ലെവൽ ഓഫ് കോൺഷ്യസ്നസ് മാറാൻ വേണ്ടിയാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലും പലർക്കും നിശ്ചയമില്ല. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വൺസ് നിങ്ങളുടെ സെൽഫ് അവയർനെസ് വിറ്റ്നസിങ് കൂടി വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈയിലെത്തും. ഇവിടെ ഒരു പ്രത്യേകത, ഈക്കും ജയിക്കും അവരത്ര നിഷ്കളങ്കരായി മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പുതുപ്പണക്കാരൻ അയാളെ പണത്തെപ്പറ്റി എപ്പോഴും ബോധവാനാണ്. അതേസമയം ധനാഢ്യനായ ഒരാൾ ബോധവാനല്ല അയാളെ പണത്തെക്കുറിച്ച്. അതുകൊണ്ടാണ് പുതുപ്പണക്കാരൻ ഇത് ഷോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. വലിയ ഗേറ്റ്, വലിയ മതിൽ, സ്വിമ്മിംഗ് പൂള്, കാറ്, ആവശ്യമില്ലെങ്കിൽ പോലും പലതും മേടിച്ചു കൂട്ടും. പക്ഷെ ധനാഢ്യൻ അതിനെക്കുറിച്ച് ബോധവാനല്ല, അയാൾ അത്ര നിഷ്കളങ്കനാണ്. എന്ന് പറഞ്ഞ പോലെ ഈയും ജെയും അവര് പ്യുവർ അവയർനെസ്സിലാണ്. ഞാൻ നിത്യയോഗി എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരാളെയാണ്. പക്ഷെ ഇവരൊരിക്കലും അവർ യോഗിയാണെന്നോ ഒന്നും പറയത്തുമില്ല. അത് പറയാൻ വേണ്ടിയുള്ള വാക്കല്ല, അതൊരു സ്റ്റേറ്റ് ഓഫ് അവയർനെസ് ആണ്. ആ നിത്യത എന്ന് പറഞ്ഞാൽ ആ ഇൻഫിനിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. യോഗി എന്ന് പറഞ്ഞാൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ പ്രസന്റ് മൊമെന്റ് ജീവിക്കുന്ന ഒരാളെയാണ് യോഗി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു യോഗി ഒരിക്കലും യോഗിയാന്ന് പറയത്തില്ല അയാൾ. കാരണം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അയാൾ യോഗിയല്ല, അയാൾ ജസ്റ്റ് പ്യുവർ അവയർനെസ് നിൽക്കുന്നു മാത്രമേ ഉള്ളൂ ആ ബീയിങ്ങിൽ. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാതാണ്, ആ പുതുപ്പണക്കാരനാണ് അയാൾ ബോധവാനാണ്, മറ്റേതല്ല. എന്ന് പറഞ്ഞാൽ ഇവർ അതിനെക്കുറിച്ച് ബോധവാനല്ല, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നുമില്ല. ആ ഒരു വാക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ വാക്ക് നിത്യയോഗി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അത് ആ ഒരു അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഇത് ഒറ്റയാനാണ് ശരിക്കും പറഞ്ഞാൽ, ഒറ്റയ്ക്കാണ്, അല്ലാതെ ഇതിനകത്ത് ഗ്രൂപ്പായിട്ടൊന്നും ചെയ്യുന്നില്ല. സ്വയം അവരുടെ സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അവർ പ്യുവർ അവയർനെസ് എത്തുക. പക്ഷെ ഇവിടെ ചിന്തിക്കുന്നത് ഇവരെല്ലാം മാറുവാണെങ്കിൽ, ഈ 9 പേരും മാറുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നല്ലതായിട്ട് കളിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ മനസ്സിൽ വിചാരിക്കും. പക്ഷെ അതല്ല സംഭവം. നമ്മൾ മാറിയാൽ മതി. നമ്മുടെ ലോകം മാറുമ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന പ്രസൻസിലാണ്, അതാണ് സ്വർഗം. അതായത് വേറെ സ്വർഗവും നരകമൊന്നുമില്ല. ജിയോഗ്രാഫിക്കലി അങ്ങനെ സ്ഥലമില്ല. ചിലപ്പം ചില പത്രങ്ങളിലൊക്കെ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഓർമ്മ ദിവസം പടങ്ങളിടും. 2 കൊല്ലം കഴിയുമ്പോൾ ഇന്നയാൾ സ്വർഗത്തിൽ ചെന്നിരിക്കുന്നു. അപ്പോൾ വീട്ടുകാരൊക്കെ തീരുമാനിക്കുക ഇയാൾ സ്വർഗത്തിൽ ചെന്നു. സ്വർഗം ഉണ്ട്, നരകവും ഉണ്ട്. പക്ഷെ നരകത്തിൽ ചെന്നായിട്ട് ആരും പറയുന്നില്ല. അപ്പോൾ ഇതൊരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തു പോകുന്ന പത്രക്കാർക്ക് കുറച്ച് പൈസ കിട്ടും. അപ്പം ഇയാൾ സ്വർഗത്തിൽ ചെന്ന് ഞാൻ ഉറപ്പിക്കുന്നത് സ്വർഗം മാത്രമേ ഉള്ളൂവെങ്കിൽ അതിന് പ്രസക്തി ഇല്ലാതാവും. എല്ലാവരും സ്വർഗത്തിലല്ലേ പോകുന്നത്. അപ്പം വെറുതെ മനുഷ്യനെ പ്രോഗ്രാം ചെയ്ത ഭാഗമായിട്ട് ചുമ്മാ ഒരു വിട്ടിത്തരന്നേ ഉള്ളത് ആ ഒരു പരസ്യം. സ്വർഗത്തിൽ ചെന്നിട്ട് 1 കൊല്ലമായി 2 കൊല്ലമായി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താണ് സ്വർഗം എന്നുള്ളത്. സ്വർഗം എന്ന് പറയുന്നത് ഇവരാണ് സ്വർഗത്തിൽ, അവർ പ്യുവർ പ്രസൻസിലാണ്. പക്ഷെ അവർ ഇവരെ കുറ്റപ്പെടുത്തുന്നില്ല. അതാണ് വ്യത്യാസം വരുന്നത്. കാര്യം അതിൻ്റെ ആവശ്യമില്ല, വേറെ ആളെ ചേഞ്ച് ചെയ്യാൻ ഇവർ ശ്രമിക്കുന്നില്ല. സ്വയം മാറിക്കൊണ്ടിരിക്കുക, അതേ സാധ്യമാവുള്ളൂ എന്ന് മനസ്സിലാക്കിയ 2 വ്യക്തികളാണ് ഈയും ജെയും. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയാണെങ്കിലും എത്താൻ പറ്റും. നിങ്ങളുടെ സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. വിറ്റ്നസിങ് അതാണ് ഒരേ ഒരു വഴി. രണ്ടാമത് വേറെ വഴിയില്ല. രണ്ടാമത് വഴിയില്ലാത്തതുകൊണ്ട് മൂന്നാമതും ഇല്ല, നാലാമതും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വഴിയെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.